സിനിമാ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗണേഷ് പ്രൊഡക്ഷന് വേണ്ടി KP കൊട്ടാരക്കര കഥയും തിരക്കഥയും എഴുതി അദ്ദേഹം തന്നെ നിർമ്മിച്ച് ശശികുമാർ സംവിധാനം ചെയ്ത 1969 മാർച്ച് 20 പുറത്തിറങ്ങിയ രഹസ്യം എന്ന് പറഞ്ഞ ഒരു ത്രില്ലർ മൂവിയെ പറ്റിയിട്ടാണ്. ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് പ്രേം നസീർ, അടൂർ ബാസി, ജോസ് പ്രകാശ്, ഉമ്മർ, ജയഭാരതി, ഷീല, മീന, അങ്ങനെ തുടങ്ങിയ പ്രമുഖ താരനിരകൾ തന്നെയുണ്ട്. നമുക്ക് കഥയുടെ ഒരു കഥാസംഗ്രഹത്തിലേക്ക് കിടക്കാം. ആദ്യം തന്നെ കാണിക്കുന്ന ഒരു പ്ലെയിൻ വന്നിറങ്ങുന്നതാണ് കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് അടുത്തതില് ഒരു കാറ് ഓടിച്ചുകൊണ്ടിരിക്കുന്ന അടൂർ ബാസി, അതില് പ്രേം നസീറിന്റെ കഥാപാത്രം ബാബുമോൻ എന്നാണ് പ്രേം നസീറിന്റെ പേര്. ശങ്കരൻ എന്ന ഡ്രൈവറായിട്ടാണ് അടൂർ ബാസി ഇതിൽ വേഷമിട്ടിരിക്കുന്നത്. അവര് രണ്ടുപേരും കൂടി റോഡിൽ കൂടെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇടയിൽ ഒരു കാളവണ്ടി തടസ്സപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ശങ്കരൻ പറയാണ്, സാറേ, ഇതിപ്പോ നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട സംഭവങ്ങൾ, വഴിതടയല്, സമരം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് എന്നുള്ളത് പറയുന്നു. അപ്പൊ നമുക്ക് എന്തായാലും ഇതിറങ്ങി മാറ്റാം എന്ന് പറഞ്ഞിട്ട് ഇവര് രണ്ടുപേരും കൂടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി കാളവണ്ടി മാറ്റാനുള്ള സമയത്ത് കുറച്ച് ഗുണ്ടകള് അവിടെ വന്നിട്ട് ബാബുമോനെ ആക്രമിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു സ്റ്റണ്ട് നടക്കുന്നു. അതിൽ ജോസ് പ്രകാശ് ഒക്കെയാണ് ആ ഗുണ്ടകളായിട്ട് വരുന്നത്. അപ്പൊ ചെറിയ സ്റ്റണ്ട് നടക്കുന്നു. ആ സമയത്താണ് ഷീല വരുന്നത്. ഷീലനെ കണ്ടതോടുകൂടി ഇവര് പേടിച്ചിട്ട് തിരിച്ചു ഓടി പോവാണ്. അപ്പൊ അങ്ങനെ അവിടെ ഒരു ചെറിയ ഒരു കൊച്ചു സംഭാഷണങ്ങൾ നടക്കുകയാണ്. അപ്പൊ എന്താണ് പേര് എന്നൊക്കെ ചോദിക്കുന്നു. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു വരുന്ന സമയത്ത് ഷീല എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ, അതിഗംഭീരമായിട്ടുള്ള, അല്ലെങ്കിൽ എന്താ പറയാ, പെട്ടെന്ന് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവാനായിട്ട് നമ്മുടെ ചോട്ടാ മുംബൈയിലേക്ക് ഭാവനയുടെ ക്യാരക്ടറൊക്കെ ഇല്ലേ, അതേപോലത്തെ ഒരു ക്യാരക്ടറാണ് ഷീലയുടെ ക്യാരക്ടർ. ഒരു ചോദ്യത്തിന് മറുത്തരം പട്ടേ എന്ന് പറഞ്ഞിട്ടുണ്ടോ, ആ ഒരു ക്യാരക്ടറാണ്. അപ്പൊ അങ്ങനെ കാര്യങ്ങൾ ഒക്കെ സംസാരിക്കുന്നു. ശരി, ഞങ്ങൾ പോട്ടെ എന്ന് പറയുന്നു. അതായത് നമ്മുടെ അടൂർ ബാസിയാണ് ഇങ്ങനെ ചൊറിഞ്ഞിട്ടുള്ള വർത്താനങ്ങൾ പറയാം. അതിനനുസരിച്ചുള്ള മറുപടി ഷീല പറയും. വളരെ വിനയാന്യുതനായിട്ടാണ് പ്രേം നസീർ അവിടെ സംഭാഷണങ്ങളൊക്കെ ഉള്ളത്. അപ്പൊ അങ്ങനെ അവിടുന്ന് അവര് പോവാണ്. അങ്ങനെ പ്രേം നസീർ വീട്ടിലേക്ക് എത്തുന്നു. വീട്ടിലേക്ക് എത്തുമ്പോൾ അവിടെ കുഞ്ഞമ്മയായിട്ടാണ് മീനയുള്ളത്. ജയഭാരതി അവന്റെ പെങ്ങളായിട്ടാണ് ഉള്ളത്. ജയഭാരതിയുടെ പേര് അതിൽ സുലോചന എന്നാണ്. അപ്പൊ അങ്ങനെ അവിടെ ചെല്ലുന്നു. ഏട്ടൻ വന്നു എന്നുള്ള രീതിയിൽ ഏട്ടനൊരു എന്താ പറയുക സമ്മാനം കൊടുക്കുന്നുണ്ട്. അപ്പൊ അവിടെ നൃത്താധ്യാപകനായിട്ടാണ് നമ്മുടെ ഗോവിന്ദൻകുട്ടി ഉള്ളത്. ഗോവിന്ദൻകുട്ടി അഭിനയിച്ചിരിക്കുന്ന ഇതിലൊരു നൃത്താധ്യാപകനായിട്ടാണ്. അവരുടെ ഒപ്പം തന്നെയാണ് താമസം. അപ്പൊ ഗോവിന്ദൻകുട്ടി പറയണമെന്നാൽ ഞാൻ പഠിപ്പിച്ചു കൊടുത്ത ആ ഡാൻസും കൂടി കാണാമെന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ ജയഭാരതിയുടെ ഒരു ഡാൻസ് അവിടെ വരികയാണ്. എനിക്ക് ആ ഡാൻസ് നടന്നു വരുമ്പോൾ അങ്ങനെ ചെലങ്ക ഇങ്ങനെ കാണിച്ചിട്ട് നടന്നു വരുന്ന ഒരു ഷോട്ട് ഉണ്ട്. അപ്പൊ എനിക്ക് ആ ഒരു ഷോട്ട് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് പടയപ്പയില് നമ്മുടെ ആ ഒരു ഡാൻസിന്റെ രംഗം ഉണ്ടല്ലോ, ആ ഒരു ഡാൻസിന്റെ രംഗത്തില് നമ്മുടെ രമ്യ കൃഷ്ണൻ വരുന്ന ആ ഒരു ഷോട്ടായിട്ടാണ് എനിക്ക് തോന്നിയത്. വളരെ നല്ല രസമായിട്ടുള്ള ഒരു ഷോട്ട് തന്നെയാണ്. അപ്പൊ അങ്ങനെ അവിടെ ഒരു പാട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പൊ ആ പാട്ടൊക്കെ കഴിയുമ്പോൾ അനിയത്തിക്ക് ഇവനൊരു ഒരു സമ്മാനം കൊടുക്കും, ഒരു മാല സമ്മാനമായിട്ട് കൊടുക്കുന്നു. പിന്നെ അതേസമയം അപ്പുറത്ത് നമ്മുടെ ഷീലയുടെ വീട്ടിൽ കാണിക്കുന്നത് ഷീലയുടെ ഏട്ടനാണ് നമ്മുടെ നേരത്തെ കണ്ട ജോസ് പ്രകാശ്. അപ്പൊ അവിടെ ജോസ് പ്രകാശിന്റെ പേര് ഇതിൽ ദാമോദരൻ എന്നാണ്. അപ്പൊ അങ്ങനെ ജോസ് പ്രകാശിനെ ഷീല കയറി നന്നായിട്ട് ചൊറിയാണ്. ആ അമ്മ ഇതേ കണ്ടില്ലേ, ഒരുപാട് സമ്പാദിച്ചിട്ട് വരുന്നുണ്ട്, ഇന്ന് എന്തൊക്കെയാണോ ഉണ്ടാക്കിയിട്ട് വന്നിരിക്കണേ, കുറെ തല്ല് കിട്ടിയിട്ടുണ്ട്, ഇത്തിരി ധന്വന്തരം കുഴമ്പൊക്കെ മേടിച്ച് ഒഴിഞ്ഞു കൊടുത്തോളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ജോസ് പ്രകാശ് നല്ല ദേഷ്യം കയറാണ്. അപ്പൊ എന്തോ ചോദിക്കാൻ പറയും, എന്തോ ഒരു ചോദിക്കാൻ വേണ്ടി നോക്കുമ്പോ ഷീലയുടെ ക്യാരക്ടർ പറയാണ്, അതെ നീ വലിയ വർത്താനൊന്നും പറയണ്ട, ഞാനും അമ്മയും കൂടി കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഇവിടെ വല്ലതും വെച്ചുണ്ടാക്കി കഴിക്കണം, അല്ലാണ്ട് നീ ഒന്നും കൊണ്ടുവന്നിട്ടൊന്നല്ല എന്ന് പറയുന്നത്. അന്നത്തെ ദിവസം രാത്രിയൊക്കെ ആകുമ്പോ തന്നെ നമ്മുടെ പറവൂർ ഭരതന്റെ ക്യാരക്ടർ ഉണ്ട്. അതായത് ഈ മീനയുടെ, അതായത് കുഞ്ഞമ്മയുടെ ആങ്ങളെയാണ് പറവൂർ ഭരതന്റെ ക്യാരക്ടർ വരുന്നത്. അപ്പൊ പുള്ളി അവിടുന്ന് പതുക്കെ നടന്നു വന്നിട്ട് ഒരു അലമാരിയിൽ നിന്ന് കുറച്ച് പൈസ മോഷ്ടിക്കണം. അതിന്റെ തൊട്ട് പുറകില് നമ്മുടെ അടൂർ ബാസി ഉണ്ടാവും. അടൂർ ബാസി പെട്ടെന്ന് ഇയാളെ പിടിക്കും. ഇയാളെ പിടിക്കുന്ന സമയത്ത് നമ്മുടെ പ്രേം നസീറും കുഞ്ഞമ്മയൊക്കെ അവിടെ വരികയാണ്. അപ്പോൾ പ്രേം നസീർ പറയാണ്, നിങ്ങൾ എൻ്റെ അച്ഛൻ തന്നിട്ടുള്ള വാക്ക്, അച്ഛനോടുള്ളൊരു സ്നേഹം എങ്ങനെയാണോ കാണിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നു. മുമ്പ് അച്ഛൻ നിങ്ങളെ ഇവിടുന്ന് പുറത്താക്കിയതാണ്, അതേപോലെ തന്നെ ഞാൻ ഇവിടുന്ന് നിങ്ങളെ പുറത്താക്കണം, ഇനി മേലാൽ ഇത് ആവർത്തിക്കാൻ പാടില്ല, ഇത് കേസും കാര്യങ്ങളൊന്നും ആക്കുന്നില്ല, ആക്കി കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ് മാനക്കേട് എന്നൊക്കെ ഉള്ളത് പറയുന്നു. അപ്പൊ അങ്ങനെ വെച്ചത് നീ അങ്ങനെ വെറുതെ പറഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ല, അപ്പടി ഇപ്പടിയാണ് ചിലത് ഞങ്ങൾക്കും കൂടി അവകാശപ്പെട്ടതാണ്, എൻ്റെ
പെങ്ങളുടെയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, എന്നാലും സ്വന്തമാണെങ്കിൽ പോലും മോഷ്ടിക്കുന്നത് തെറ്റാണ്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ എനിക്ക് എന്ത് വെച്ചിട്ടാണ് ചെലവുള്ളത്, ശരി അപ്പൊ മാസം 100 രൂപ വെച്ചിട്ട് കൊടുക്കാം എന്നുള്ളൊരു ധാരണയാവുന്നു. അപ്പൊ അങ്ങനെ ഈ പൈസ എടുത്തിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ജോസ് പ്രകാശിന്റെ ഒപ്പം ഇരുന്ന് വെള്ളം അടിക്കലാണ് പുള്ളിയുടെ മെയിൻ ഹോബി. അപ്പൊ അങ്ങനെ അവിടെ ഒരു സ്ഥലത്ത് പുറത്തിരുന്നിട്ട് ജോസ് പ്രകാശും ഈ പറവൂർ ഭരതനും കൂടിയിട്ട് ഇരുന്ന് വെള്ളം അടിക്കുകയാണ്. എന്നിട്ട് പറയാണ് എങ്ങനെയെങ്കിലും ഇവനെ തട്ടണം, ഇതാണ് ചിന്ത മുഴുവൻ. കാരണം ബാബു മോനെ കൊല്ലണം. അപ്പോൾ കാരണം ഇത് എൻ്റെ പെങ്ങൾക്കും നമുക്ക്, അതായത് ഇയാളെ പുറത്താക്കിയതിന് ഇയാൾക്ക് നല്ല ദേഷ്യമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ജോസ് പ്രകാശിന്റെ ക്യാരക്ടർ ദാമോദരൻ പറയുന്നുണ്ട്, നമുക്ക് നല്ലൊരു അവസരം നമുക്ക് മിസ്സായി ഇങ്ങോട്ട് തിരിച്ചറിഞ്ഞു, നമുക്ക് അടുത്ത അവസരത്തിൽ നമ്മൾ ഉറപ്പായിട്ടും തട്ടും എന്നുള്ള രീതിയിലൊക്കെ പറയുന്നു. അങ്ങനെ ഒരു ഇതിൽ നിൽക്കുമ്പോൾ നമ്മുടെ ഈ കുഞ്ഞമ്മയും ജയഭാരതിയൊക്കെ ദൂരത്തിന്റെ അങ്ങേയറ്റാണ്. അതായത് നമ്മുടെ പ്രേം നസീറിന്റെ രണ്ടാനമ്മയാണ് ഈ കുഞ്ഞമ്മ എന്ന് പറയുന്നത്. ഈ കുഞ്ഞമ്മയുടെ മോളാണ് ജയഭാരതി. ഓക്കെ, അപ്പൊ അങ്ങനെ ഈ കുഞ്ഞമ്മയ്ക്കും ഈ ജയഭാരതിക്കും ദൂർത്താണ്, അങ്ങേയറ്റം ദൂർത്താണ് എല്ലാം. അതേപോലെ ഒരു അഹങ്കാരികളും പൊങ്ങികളൊക്കെ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പൊ അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒരു സ്ഥലത്ത് എത്തുമ്പോൾ ജയഭാരതിയുടെ കാറ് കേടാവുകയും അവിടെ തന്നെ വെച്ചിട്ടൊരു അന്നത്തെ ഒരു റെസ്റ്റ് ഹൗസ് അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവത്തിന് അവിടെ എത്തുകയും ചെയ്യുന്നു. ഞാനൊരു ഫോൺ വിളിച്ചോട്ടെ ചോദിക്കുന്നുണ്ട്, അവിടെ പുറത്തിരിക്കുന്ന ഒരു റേഡിയോ ആയിക്കോളൂ. അങ്ങനെ ഫോൺ ചെയ്യുന്ന സമയത്ത് അവിടെ ഉമ്മർ വരികയാണ്. അപ്പൊ അങ്ങനെ ഉമ്മർ പെട്ടെന്ന് ഇവളോട് സംസാരിക്കാമെന്ന് പറയുന്നു, ഇരുന്ന് സംസാരിക്കുന്നു. വണ്ടിയിൽ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കൊണ്ടുപോയി വിടാമെന്ന് പറയുന്നു, വേണ്ട. അപ്പൊ അങ്ങനെ ഉമ്മർ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. ഞാൻ ഈ കലയുമായിട്ട് ബന്ധമുള്ളവരെയൊക്കെ വളരെ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരാളാണ് ഞാൻ, ഒരുപാട് പേരെ ഞാൻ ലണ്ടനിലേക്ക് അവിടേക്കും ഇവിടേക്കൊക്കെ അയച്ചിട്ടുണ്ട് എന്നൊക്കെ സംസാരിക്കുന്നു. അവിടെ ഒരു മാനേജറായിട്ട് ഒരാൾ ഇരിക്കുന്നുണ്ട്, ശരിയാണ് എന്നൊക്കെ പറയുന്നു. അങ്ങനെ ഉമ്മർ ഇവളുമായിട്ടൊരു അടുപ്പം വെക്കുകയാണ്. കാരണം വലിയ വീട്ടിലെ കുട്ടിയാണ്, ഒരു അടുപ്പം വെക്കുന്നു. ജയഭാരതിക്കും ചെറിയൊരു ഇഷ്ടമൊക്കെ അവിടെ തോന്നുന്നുണ്ട്. അത് അടുത്ത കുറച്ച് സമയത്തിനുള്ളിലൊക്കെ അങ്ങനെയുള്ള വർത്തമാനങ്ങളൊക്കെ വരും. തിരിച്ച് ജയഭാരതിയൊക്കെ വീട്ടിലെത്തുന്നു. പിന്നെ ഇതിനിടയിൽ ഒരു 1-2 ആക്ഷനൊക്കെ ഉണ്ട് കേട്ടോ ഈ സിനിമയിൽ. എനിക്ക് തോന്നുന്നു ഒരു 4 അടിയെങ്കിലും മിനിമം ഉണ്ട്. അപ്പൊ അങ്ങനെ ഈ കുറച്ചും കൂടി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സ്വത്ത് തർക്കങ്ങൾ മുറുകയാണ്. സ്വത്ത് തർക്കങ്ങൾ മുറുകുമ്പോൾ ഈ അതിന് ബേസ് ആയിട്ട് വരുന്നത് ഈ ഷീലയുടെ ക്യാരക്ടറാണ്. അതായത് പ്രേം നസീറിന് ഷീലയുടെ ക്യാരക്ടറിന് ഒരു പ്രണയം തോന്നും. അപ്പോൾ ഇവർ വളരെ താഴെ തട്ടുള്ള ആൾക്കാരാണ്. ഷീലയുടെ അമ്മയൊക്കെ എന്ന് പറയുന്നത് വളരെ താഴെ, അതായത് സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരാൾക്കാരാണ്. ഈ 1960, 70, 60, 50 കാലഘട്ടങ്ങളിലൊക്കെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്കും ഈ നല്ല പണക്കാരും ഒക്കെ ആയിട്ട് നല്ല അന്തരമുണ്ട്. അവര് നമ്മൾ ശരിക്കും പറയില്ല, ഇവരൊന്നും മനുഷ്യരായിട്ട് തന്നെ കണക്കാക്കാറില്ല എന്നുള്ളൊരു തരത്തിലൊക്കെയാണ് നിൽക്കുന്നത്. അത് ഈ കുഞ്ഞമ്മയുടെ ക്യാരക്ടറിൽ ജയഭാരതിയുടെ ക്യാരക്ടറിലും കൂടി നമുക്ക് ഈ സിനിമ കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ അങ്ങനെ നല്ല പ്രണയത്തിലാവുന്നു. അപ്പൊ ബാബുമോൻ ഇവരെ കല്യാണം കഴിക്കുക എന്നുള്ള ഒരു തീരുമാനത്തിലെത്തുന്നു. അതില് കുഞ്ഞമ്മയ്ക്കൊക്കെ നല്ല എതിർപ്പുണ്ട്. അപ്പൊ അത് നടക്കില്ല എന്ന് പറഞ്ഞു. ഒരു ദിവസം കുഞ്ഞമ്മ ഇവരെ ഷീലേനെയും ഈ ഷീലയുടെ അമ്മേനെയും കൂടി വിളിച്ചിട്ട് വരുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് കുറച്ച് ചൊറിയൻ വർത്തമാനങ്ങളൊക്കെ ഈ കുഞ്ഞമ്മ, അതായത് മീനയുടെ ക്യാരക്ടർ പറയുന്നുണ്ട്. അതിന് കണക്കിന് ഉത്തരം ഈ ഷീലയുടെ അമ്മ കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ കൈയടിച്ചു പോയി. അസാധ്യ പെർഫോമൻസ് ആണ് ആ സമയത്ത്, ഗംഭീര വർത്തമാനമാണ് അത്. നിങ്ങളത് ഈ സിനിമ കാണുമ്പോൾ അത് മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ അതിന്റെ വിശദാംശങ്ങൾ പറയാത്തത്. അപ്പൊ അങ്ങനെ വീണ്ടും ഇവർക്കൊരു ദേഷ്യവും കാര്യങ്ങളൊക്കെ കയറുകയാണ്. അങ്ങനെ ഇരിക്കെ ഈ ഒരു ദിവസം നമ്മുടെ ദാമോദരൻ, അതായത് ജോസ് പ്രകാശ് തന്റെ പെങ്ങൾക്ക് ഒരു മാല കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് എൻ്റെ സമ്മാനം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് എവിടുന്ന് അടിച്ചുകൊണ്ട് വന്നതാന്നൊക്കെ ഷീല ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇത് ഞാൻ അടിച്ചത് ഒന്നല്ലടി, ഇത് മുക്കുകൊണ്ടാണ്, ഞാൻ നിനക്ക് മേടിച്ചു തന്നു എന്നുള്ളതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ എന്നൊക്കെ പറയണു. അങ്ങനെ അത് കുറച്ച് കഴിഞ്ഞ് ഒരു ദിവസം പോലീസുകാരൊക്കെ കൂടിയിട്ട് ഷീലേനെ പിടിച്ചുകൊണ്ട് വരികയാണ്. അത് ഇവിടുത്തെ, അതായത് നിങ്ങൾ കുഞ്ഞമ്മയുടെ മോളുടെ, അതായത് ജയഭാരതിയുടെ മാലയാണ് എന്നുള്ള രീതിയിൽ തന്നെ അവിടെ നിങ്ങൾ മോഷ്ടിച്ചു എന്നുള്ള രീതിയിൽ അവിടെ പറഞ്ഞിട്ട് വരികയാണ്. അപ്പൊ അവിടെ നല്ല വർത്തമാനങ്ങൾ, കുഞ്ഞമ്മയുടെ വക ഉള്ള പകപോക്കുന്ന രീതിയിലുള്ള വർത്തമാനങ്ങളൊക്കെ നടക്കുന്നു. ആ സമയത്ത് പ്രേം നസീർ അവിടെ കയറി വരികയാണ്. പ്രേം നസീർ അവിടെ കയറി വരുമ്പോൾ എന്താണ് സംഭവം എന്ന് ചോദിക്കുന്നു. അപ്പൊ ഈ മാല അതാണ് അത്ര വലിയ കാര്യം, അത് ഞാൻ അവൾക്ക് കൊടുത്തതാണല്ലോ എന്നുള്ളത് പറയാണ്. അപ്പൊ പെട്ടെന്ന് ജയഭാരതി ചോദിക്കുന്നുണ്ട്, എനിക്ക് സമ്മാനം തന്ന മാല തന്നെ വേണോ അവൾക്ക് എടുത്തു കൊടുക്കാൻ ചോദിക്കുന്നുണ്ട്. അപ്പൊ പറഞ്ഞു അങ്ങനെയല്ല, അത് നിനക്ക് ഞാൻ ഇതിലും നല്ലത് പറഞ്ഞ വേറെ മേടിച്ചു തരാമെന്ന് പറയുന്നു. അങ്ങനെ ആ കേസ് അവിടെ വെച്ചിട്ട് തീരുന്നു. അപ്പൊ അങ്ങനെ ഇവിടെ അവളുടെ അടുത്ത് പിന്നീട് ഷീലയുടെ അടുത്ത് ചോദിക്കുകയാണ് പ്രേം നസീർ, നിനക്ക് ഇത് എങ്ങനെയാണ് ഇത് നിനക്ക് തന്നത്? അപ്പൊ ദാമോദരാണ് തന്നതെന്ന് പറയുന്നു. ഓഹോ, അതെങ്ങനെയാന്ന് വെച്ചു. നിങ്ങളുടെ മറ്റേ കുഞ്ഞമ്മയുടെ ആങ്ങളയില്ലേ
പറവൂർ ഭരതന്റെ ക്യാരക്ടർ. അയാള് ഇയാളും തമ്മിൽ ഒരുമിച്ചിരുന്ന കള്ളുകൂടിയും അതും ഇതൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പൊ പ്രേംനസീറിന് മനസ്സിലാവുന്നു ഇയാളാണ് ഇത് അങ്ങോട്ട് കൊടുത്തത് എന്നൊക്കെ മനസ്സിലാവുന്നു. അങ്ങനെ വീണ്ടും വാക്ക് തർക്കങ്ങളൊക്കെ മുറുകയാണ്. അപ്പൊ അതിനിടയിൽ ജയഭാരതി ഒരു സ്ഥലത്ത് വന്ന് ഇരിക്കുകയാണ്. ഇരിക്കുമ്പോൾ ഇങ്ങനെ നമ്മുടെ അടൂർ ബാസി വന്നിട്ട് ഇങ്ങനെ ചോദിക്കണേ, എന്താ ഇവിടെ ഇങ്ങനെ ഇരിക്കണേ എന്ന് ചോദിക്കുന്ന സമയത്ത് ജയഭാരതി പറയാണ്, അല്ല ഞാനൊന്ന് കാറ്റ് കൊള്ളാൻ വേണ്ടി ഇരിക്കുകയാണെന്ന് പറഞ്ഞു. ഓ, കാറ്റ് കൊള്ളാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പൊ അങ്ങനെ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് നമ്മുടെ ഉമ്മർ സിഗരറ്റൊക്കെ വലിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട്. പറഞ്ഞു, ഓ കാറ്റടുത്ത് എത്തിയിട്ടുണ്ടല്ലോ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. പിന്നെ അടൂർ ബാസി അവിടെ തന്നെ ഇരിക്കുന്നു. പിന്നെ എന്തോ ഒരു 2 ഡയലോഗൊക്കെ അടിക്കുമ്പോൾ ഉമ്മർ പെട്ടെന്ന് അവിടെ നിന്ന് പോവാണ്. എന്നിട്ട് തിരിച്ച് അടൂർ ബാസി പ്രേംനസീറിനോട് കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പൊ അങ്ങനെ ഉമ്മർ 1-2 പ്രാവശ്യം വീട്ടിൽ വന്ന് പോകുന്ന സീനൊക്കെ ഉണ്ട്. അപ്പൊ ഉമ്മറിന് ഒരു താക്കീതൊക്കെ കൊടുത്തിട്ട് പ്രേംനസീർ വിടുന്നുണ്ട്. അപ്പൊ ഒരു ദിവസം വിവാഹത്തിന് വേണ്ടിയിട്ട് തന്നെ ഉമ്മർ ജയഭാരതി ഉമ്മറും കൂടി ഒളിച്ചോടാൻ വേണ്ടി തീരുമാനിക്കണം. അപ്പൊ അങ്ങനെ ജയഭാരതി മതിൽ ചാടി കിടക്കുന്ന സമയത്ത് പ്രേംനസീർ പിടിക്കും. അപ്പൊ അവിടെ ഉമ്മർ ഉണ്ടാകെ തന്നെ. അപ്പൊ വേറെ 2 ഗുണ്ടകളും കൂടി വരുന്നു. അപ്പൊ അവിടെ വെച്ചിട്ട് നല്ലൊരു ആക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിനൊക്കെ ശേഷം ഈ നമ്മുടെ നൃത്താധ്യാപകൻ, അതായത് ഗോവിന്ദൻകുട്ടിയുടെ ക്യാരക്ടർ, ജോസ് പ്രകാശ്, ജയഭാരതി, മീന, നമ്മുടെ ഉമ്മർ, ഇവരൊക്കെ കൂടിയിട്ട് ഒരു കാര്യം തീരുമാനം എടുക്കുകയാണ്. നമുക്ക് എങ്ങനെയെങ്കിലും ബാബു മോനെ കൊല്ലണം എന്നുള്ളൊരു തീരുമാനം എടുക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം ബാബു മോൻ ഒരു ഹോട്ടലിൽ, അപ്പൊ അതിനിടയിൽ ആ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് വേറൊരു സംഭവം കൂടിയുണ്ട്. ഇത് ഇത്രയും എത്തിയ സ്ഥിതിക്ക് ജയഭാരതി അതായത് ഇവിടെ പൊളിച്ചോടാൻ പോകുന്ന സ്ഥിതിക്ക് നമുക്ക് എന്തായാലും ഇനി ഒരുമിച്ച് നിന്നാൽ ശരിയാവില്ല. അപ്പൊ നമ്മുടെ ഇവിടുത്തെ എസ്റ്റേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഞാൻ ബാംഗ്ലൂർ സെറ്റിൽ ആവാൻ പോവാണ്. അപ്പൊ ഞങ്ങളെയും കൂടി കൊണ്ടുപോയപ്പോ യാതൊന്നും ശരിയാവില്ല. അപ്പോ കാരണം ഇങ്ങനെ തന്നെ ഇരിക്കുമ്പോൾ ഞാൻ സ്നേഹിക്കുന്നവരും എല്ലാവരും ഈ കുടുംബത്തിന് തന്നെ മാനക്കേട് ഉണ്ടാവുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അവൻ അത്ര ശരിയായിട്ടുള്ള ആൾക്കാരല്ല. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാന്നൊക്കെ പറഞ്ഞു. അപ്പൊ സ്വത്തുക്കൾ മുഴുവൻ നഷ്ടപ്പെടും എന്നുള്ളൊരു പേടി കൂടി അവിടെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഉമ്മറുമായിട്ട് കൂട്ടുകൂടിയിട്ട് ഇവനെ കീച്ചാനുള്ള പരിപാടിയാണ്. നമുക്ക് നോക്കാം എന്നുള്ള രീതിയിൽ എല്ലാവരും കൂടിയിട്ട് പിരിയണു. പിന്നെ കാണിക്കുന്നത് പ്രേംനസീർ ഒരു ഹോട്ടലിൽ അങ്ങോട്ട് കയറുന്നതാണ് സമയം. അപ്പൊ ഉമ്മർ ഒരു ടൈം ബോംബ് ഉണ്ടാക്കുന്നുണ്ട്. ടൈം ബോംബ് എടുത്തിട്ട് പ്രേംനസീർ പോകുന്ന കാറിന്റെ പിന്നിൽ വെക്കുകയാണ്. അങ്ങനെ കാറ് പോകുന്നു. അപ്പൊ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആ കാറ് പൊട്ടിത്തെറിക്കുകയാണ്. അപ്പൊ പെട്ടെന്ന് പിറ്റേ ദിവസത്തെ പേപ്പറിൽ ഇങ്ങനെ കാർ അപകടം, ഇന്ന കുടുംബത്തിൽ ഇന്നാള് മരിച്ചു എന്നൊക്കെ ഉള്ളത് അവിടെ എല്ലാവരും കൂടി സഭ കൂടി ഇരുന്ന് വായിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഇനി എന്ത് ചെയ്യും, അപ്പൊ ഇനി പിന്നെ തുടർന്ന് കാര്യങ്ങളൊക്കെ ആലോചിക്കാം. അപ്പൊ ഇതിനെ അമ്മ അവിടെ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ഞങ്ങൾക്ക് ആർക്കും ഇപ്പൊ ഇത്രയും വലിയ കാര്യങ്ങളൊന്നും നോക്കി നടത്താൻ പ്രാപ്തിയില്ല. അപ്പൊ അത് ഉമ്മർ തന്നെ, പ്രസാദ് തന്നെ ഈ കാര്യങ്ങളൊക്കെ, ഈ കമ്പനിയും കാര്യങ്ങളൊക്കെ നോക്കി നടത്തണമെന്നാൽ താക്കോല് കൊടുക്കാൻ പോകുന്ന സമയത്ത് പുറത്തുനിന്ന് ഒരു തട്ട് കേൾക്കും. പുറത്തുനിന്ന് തട്ട് കേൾക്കുമ്പോൾ പെട്ടെന്ന് മരിച്ചു എന്ന് കരുതിയ പ്രേംനസീർ നിൽക്കും. അപ്പൊ തലയിലൊക്കെ ഇതിങ്ങനെ ഒക്കെ കെട്ടി നമ്മൾ ഒരു എന്താ പറയുക, ഇങ്ങനെ തുറന്നിട്ട് ഇങ്ങനെ നിൽക്കണം. അപ്പൊ എല്ലാവരും ഇങ്ങനെ പേടിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇയാൾ പതുക്കെ അങ്ങോട്ട് നടന്നിട്ട് നേരെ മുകളിലേക്ക് റൂമിലേക്ക് കയറുന്നു. അപ്പൊ ബാബുമോൻ ഇങ്ങനെ നമ്മുടെ ഡയറി ഒക്കെ എഴുതുന്ന ശീലങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ ആ ഡയറിയും അപ്പൊ എവിടെ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ അടൂർ ബാസിയോടൊക്കെ ചോദിക്കുന്നു. അപ്പൊ ആരെയും ഒന്നും മനസ്സിലാവാത്ത രീതിയിലൊക്കെയാണ് കുറച്ച് കാലം. അപ്പൊ ഡോക്ടർ പതുക്കെ ഇവന് ഓർമ്മകൾ പതുക്കെ തിരിച്ചു കിട്ടുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഡയറിയൊക്കെ നോക്കിയിട്ട് നമ്മുടെ ബാബുമോൻ കാര്യങ്ങൾ വീണ്ടും ഓർമ്മയിലേക്ക് വരുത്തുന്നു. അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകണം. അപ്പൊ അടൂർ ബാസിയായിട്ട് കൂട്ടുപിടിച്ചിട്ട് ഓരോ കാര്യങ്ങൾ, തനിക്ക് എന്തൊക്കെ സംഭവിച്ചു, എന്തൊക്കെയാണ് ഇങ്ങനെ പറ്റിയത്, എങ്ങനെയൊക്കെയാണ് ഇങ്ങനെ കാര്യങ്ങൾ എന്നൊക്കെ പ്രേംനസീർ സ്വന്തമായിട്ടുള്ള രീതിയിൽ അന്വേഷണങ്ങൾ കൊണ്ടുപോവാണ്. അപ്പൊ അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് നമ്മുടെ അമ്മിണി, അതായത് നമ്മുടെ ഇവളുണ്ടല്ലോ ഷീലേനെയും ഷീലയുടെ അമ്മേനെയും കൂടിയിട്ട് സ്വന്തം വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വരികയാണ്. അതെ, ഇവരിനി ഇവിടെ ഉണ്ടാവും, ഇനി ഇവിടുത്തെ കാര്യങ്ങൾ നോക്കി നടത്തുന്നത് ഇവരാണ്. അപ്പോ കുഞ്ഞമ്മ താക്കോലും കൂടെ എടുക്കും. അത് നേരെ എടുത്തിട്ട് ഈ ഷീലയുടെ അമ്മയുടെ കൊടുക്കും. ഫുള്ള് ലോക്കലാണ്, ഫുള്ള് ലോക്കൽ ക്യാരക്ടറാണ് കേട്ടോ അത്. കുഞ്ഞമ്മേനെയൊക്കെ ഇങ്ങനെ പുട്ട് പോലെ ഇട്ട് വറക്കും. അപ്പൊ അതൊക്കെ കുറച്ച് തമാശയും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ അതിൽ കുറച്ച് സീരിയസ് എലമെന്റ്സും അവിടെ ഉണ്ട്. അപ്പോ അടൂർ ബാസി ഇങ്ങനെ പറയുന്നുണ്ട്, ബാബുമോനെ ഇതൊന്നും ശരിയല്ല, എന്നുവെച്ചാ അവർക്കും കൂടി ഇതുള്ളതല്ലേ, അങ്ങനെ ശരിയാണെന്ന്. അപ്പൊ ഇതിൽ നീ ഇടപെടണ്ട, നീ ഡ്രൈവറിന്റെ കാര്യം എന്താ വെച്ചാൽ അത് നോക്കിയാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. കുറച്ചും കൂടി, കാരണം ഇവിടെ കൊണ്ടുവരാനുള്ള ഒരു കാരണമുണ്ട്. അതായത് ഈ കൊല്ലപ്പെടുന്ന, അതല്ലെങ്കിൽ ഈ ബോംബ് പൊട്ടുന്നതിന് മുമ്പ്, കുറച്ച് മുമ്പ് തന്നെ പ്രേംനസീർ ഷീലയെ കാണാൻ വേണ്ടി അവളുടെ കുടിലേക്ക് ചെല്ലുമ്പോൾ നാട്ടുകാരെയൊക്കെ കൂടിയിട്ട് നമ്മുടെ ജോസ് പ്രകാശിന്റെ ക്യാരക്ടർ വന്നിട്ട് പിടിക്കുന്ന ഒരു സംഭവം ഉണ്ട്. അപ്പൊ അവിടെ പ്രേംനസീർ അപ്പൊ തന്നെ ഇത്രയുള്ള കാര്യം എന്നും പറഞ്ഞിട്ട്, അതായത് നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ വരുമ്പോൾ ഒരു ആണും പെണ്ണും കൂടി ഇരുന്ന് വർത്താനം പറഞ്ഞാൽ സദാചാരം, ആ സദാചാരം അന്നുമുണ്ട്, അന്നും ഇത് കാണിച്ചിട്ടുണ്ട്.
അപ്പൊ അങ്ങനെ അപ്പൊ പ്രേം നസീർ ഇല്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, ഞാൻ വിവാഹം കഴിക്കാൻ പോകാൻ മുന്നാണെന്ന് എന്റെ വിവാഹ വാഗ്ദാനമായിട്ട് മോതിരം എടുത്തിട്ട് അവൾക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ സീനിനൊക്കെ മുമ്പാണ്. അപ്പൊ അതിന്റെ അടിസ്ഥാന ബലത്തിലാണ് ഇവരെ രണ്ടുപേരെയും കൂടിയിട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കണേ. അപ്പൊ അങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോകുന്നു. അപ്പൊ വീണ്ടും നമ്മുടെ സ്വത്ത് തർക്കങ്ങൾ വരികയാണ്, ആർക്കൊക്കെയാണ് എന്തൊക്കെയാണ് എന്നൊക്കെ ഉള്ളത് വരികയാണ്. അപ്പോ ഇതിപ്പോ ഒരാൾക്കും കൊടുക്കാനുള്ള ഉദ്ദേശമില്ല എന്നുള്ള ഒരൊറ്റ തീരുമാനത്തില് ബാബുമോൻ എത്തണം. അപ്പൊ അതില് അടൂർ ബാസി അടക്കം എല്ലാവരും ഇതിൽ തിരിയുന്നുണ്ട്. അത് ശരിയല്ല, കാരണം അവർക്ക് അവകാശപ്പെട്ടതും കൂടി കൊടുക്കണം. നമുക്ക് ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്യരുത് ബാബുമോനെ എന്നൊക്കെയുള്ള രീതിയിൽ അടൂർ ബാസിയൊക്കെ പറയുന്നുണ്ട്. അടൂർ ബാസി, അതേപോലെ ഒരു ഡോക്ടർ ഉണ്ട്, കൂട്ടുകാരനായിട്ട് ഒരു ഡോക്ടർ ഉണ്ട്, അതേപോലെ അവിടെ ഒരു വക്കീലുണ്ട്. അതൊക്കെ പ്രേം നസീറിന്റെ വിശ്വാസമാണ്. പക്ഷെ അവരും എല്ലാവരും ഒരേ സ്വരത്തിൽ അങ്ങനെ തന്നെയാണ് പറയുന്നത്. അപ്പൊ അതൊക്കെ കഴിഞ്ഞു. അപ്പൊ പ്രേം നസീർ പറയുന്നത്, ഇത് ഞാൻ ഇങ്ങനെ ആവണം എന്ന് വിചാരിച്ചില്ല, ഇവരൊക്കെ കൂടി എന്നെ അങ്ങനെ ആക്കിയതാണ്, അതുകൊണ്ട് ഇനി ഇങ്ങനെ തന്നെ മതി കാര്യങ്ങൾ എന്നൊക്കെ ആയിട്ട് വരിക. സംഭവങ്ങൾക്ക് മുമ്പ് വീണ്ടും കുറച്ച് പിന്നിലേക്ക് പോകണം. ഈ ഒരു സംഭവം നടക്കുന്നതിന് തൊട്ട് മുമ്പ് വേറൊരു സംഭവം നടക്കുന്നുണ്ട്. അതായത് ഇവര് പ്രസാദിന്റെ ഒപ്പം കൂട്ടുകൂടിയിട്ട് പെട്ടെന്ന് തന്നെ കല്യാണം നടത്താനുള്ള തീരുമാനം വരികയാണ്. അതായത് പ്രസാദിന്റെ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്, ഗസ്റ്റ് ഹൗസ് അല്ലെങ്കിൽ ആ ഒരു സങ്കേതം, അപ്പൊ അവിടെ വെച്ചിട്ട് കല്യാണം നടത്താൻ തീരുമാനിക്കണം. അപ്പൊ അവിടെ പ്രസാദിന്റെ മാനേജർ എന്ന് പറയുന്നുണ്ട്, നമ്മുടെ ഡാൻസ് മാസ്റ്ററുടെ പരിപാടിക്ക് മുമ്പായിട്ട് ഒരു നോർത്ത് ഇന്ത്യൻ ടീംസിന്റെ ഒരു ഡാൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എന്റെ മാനേജർ വന്നപ്പോ പൈസ ഒന്നും വേണ്ട, അവര് ഫ്രീ ആയിട്ട് നടത്തി തരാം എന്നങ്ങോട്ട് പറഞ്ഞു എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആ ഡാൻസ് മാസ്റ്റർ, അപ്പൊ ഡാൻസ് മാസ്റ്റർ അല്ല സോറി, ആ നോർത്ത് ഇന്ത്യക്കാരെല്ലാവരും കൂടി വന്നിട്ട് അവിടെ ഒരു ഡാൻസും പ്രോഗ്രാമും പാട്ടും ഒക്കെ ഉണ്ട്. അപ്പൊ അതിനുശേഷം ഒരു ടവൽ എടുത്തിട്ട് ഇതിങ്ങനെ മുഖത്തേക്ക് എല്ലാവരും അടിക്കുന്നുണ്ട് ലാസ്റ്റ്. അപ്പൊ എല്ലാവരും ഇത് ഉറങ്ങിക്കിടക്കണം. ഈ ഉറങ്ങിക്കിടക്കുമ്പോ ഈ കുഞ്ഞമ്മേനെയും ജയഭാരതിയുടെ ക്യാരക്ടറിനെയും മാത്രം എടുത്തിട്ട് പ്രേം നസീർ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവരും. അതിനുശേഷമാണ് നമ്മൾ ഈ പറഞ്ഞ സ്വത്ത് തർക്കങ്ങളൊക്കെ വരുന്നത്. അപ്പം കുടുംബത്തിന്റെ മാനം കെടുത്താനായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് എന്റെ കുടുംബത്തിനെ അല്ലെങ്കിൽ എന്റെ ഈ കുടുംബത്തിന്റെ സൽപ്പേര് സംരക്ഷിച്ചേ പറ്റൂ എന്നുള്ള രീതിയിൽ ആണ് ബാബുമോൻ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ അടൂർ ബാസിനെയും പിടിച്ച്, അടൂർ ബാസി ഇത്രയും പറയുമ്പോ വല്ലാണ്ട വർത്താനം കയറുമ്പോൾ എന്തിച്ചു പ്രേം നസീർ അടൂർ ബാസിക്ക് ഒന്ന് ഒരു അടി കൊടുക്കും, ചപ്പയ്ക്ക് നോക്കിയിട്ട് ഒരെണ്ണം പടയ്ക്കും, നീ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടണ്ട എന്ന് തന്നെ പറയും. അപ്പൊ അത് ഭയങ്കരമായിട്ട് അദ്ദേഹത്തിന് വിഷമാവും. കാരണം ശരിയാണല്ലോ, നമുക്ക് അവിടെ ഒരു കൂട്ടുകാരനെ പോലെ നിന്നിട്ട്, അതേ ഡ്രൈവറെ പോലെ ഒന്നല്ല അവരുടെ ആ ഫ്രണ്ട്ഷിപ്പ്. അപ്പോൾ അവന് പെട്ടെന്ന് പെട്ടെന്ന് ആ വിഷമം വൈരാഗ്യമായിട്ട് മാറും. അപ്പൊ അങ്ങനെ നിൽക്കുമ്പോൾ ഇവനും മറ്റേ ഇവരുടെ ഒപ്പം കൂട്ടുകൂടും. ആരുടെ ഒപ്പം? നമ്മുടെ പ്രസാദിന്റെ ഒപ്പം കൂട്ടുകൂടും. അപ്പൊ അങ്ങനെ അവരെല്ലാരും കൂടി തീരുമാനിക്കുകയാണ്, എന്ത് സംഭവിച്ചാലും ശരി ബാബുമോനെ തട്ടിക്കളയണം, അല്ലെങ്കിൽ എല്ലാവരുടെയും നിലനിൽപ്പിന്റെ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ കുഞ്ഞമ്മയ്ക്ക് അടൂർ ബാസി ഒരു എന്താ പറയാ, ഒരു വിഷത്തിന്റെ കുപ്പി കൊണ്ടുവന്ന് കൊടുക്കും. ഇത് പ്രസാദ് തന്നയച്ചാണ്. ബാബുമോൻ കഴിക്കുന്ന ഭക്ഷണത്തിലും വെള്ളത്തിലും എല്ലാം ഇത് ഒഴിച്ചു കൊടുക്കാൻ എങ്ങനെയാലും പുള്ളി കാഞ്ഞു പോകണം, അതാണ് ആവശ്യം എന്ന് പറയാൻ. അപ്പൊ അങ്ങനെ ഓക്കെ എന്ന് പറഞ്ഞു. കുഞ്ഞമ്മ അതൊക്കെ ചെയ്തു കൊടുക്കണം. അപ്പൊ അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും പ്രേം നസീർ വെള്ളമൊക്കെ എടുത്ത് കുടിക്കുന്നുണ്ട്. അപ്പൊ അത് കുറച്ചേരം കഴിയുമ്പോൾ കുഞ്ഞമ്മ അങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനെ നിന്ന് നോക്കുകയാണ്. അപ്പോഴത്തേക്കും നെഞ്ചുവേനയൊക്കെ വന്നിട്ട് പുള്ളി ബോധം കെട്ടു വീണു. അപ്പോഴത്തേക്കും നമ്മുടെ ഡാൻസ് മാസ്റ്റർ വന്നിട്ട് പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് പോവാം, നമുക്ക് എന്നാലും നമ്മുടെ കാര്യങ്ങൾ നടത്താൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഈ പ്രസാദിന്റെ ഒരു ബോസ് ഉണ്ട്, പാഷ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. അപ്പൊ അയാളെയൊക്കെ ഒരു ഡാൻസിലും അതിലെന്തിലൊക്കെ ഒന്ന് രണ്ട് സംഭവങ്ങളൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ പുള്ളിയാണ് ഈ കലാകാരികളൊക്കെ ഉന്നതയിലേക്ക് എത്തിക്കുന്ന പ്രസ്ഥാനങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർ. അതൊക്കെ എന്താന്നുള്ളത് ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ പെട്ടെന്ന് നമുക്ക് പോവാം, പാഷയുടെ കപ്പൽ അവിടെ വെയിറ്റിംഗ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് കുറെ ആൾക്കാർ അവിടേക്ക് കയറി വരികയാണ്. അടൂർ ബാസി, പ്രസാദും കാര്യങ്ങളൊക്കെ അവിടെയുണ്ട്. അങ്ങനെയുള്ള സമയം എത്തുമ്പോൾ തന്നെ പെട്ടെന്ന് പോലീസുകാർ അവിടേക്ക് കയറി വരുന്നു. പോലീസുകാർ കയറി വരുമ്പോൾ തന്നെ പെട്ടെന്ന് അടൂർ ബാസി കളം മാറും. പെട്ടെന്ന് ഇവരെ അറസ്റ്റ് ചെയ്യണം സാറേ എന്ന് പറയുന്നത്. അപ്പൊ എന്തിനാണ് അറസ്റ്റ് ചെയ്യണം എന്നുള്ളത് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് അടൂർ ബാസി ശരിക്കും അതായത് ബാബുമോന്റെ ഒപ്പമുള്ള ആളാണ്. ഇവരുടെ യഥാർത്ഥ ക്യാരക്ടർ പുറത്തേക്ക് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പരിപാടികളാണ്. അപ്പൊ അങ്ങനെ ബാബുമോൻ പെട്ടെന്നൊരു ആക്ഷനൊക്കെ നടക്കുന്നു. അതിനിടയിൽ ബാബുമോനും എണീറ്റ് വരുന്നു. അതായത് പ്രസാദ് ഓടാൻ തുടങ്ങുന്ന സമയത്ത് പ്രസാദിന്റെ കാലിൽ പിടിച്ചുകൊണ്ടാണ് വരുന്നത്. വീണ്ടും ഫൈറ്റൊക്കെ നടക്കുന്ന സമയത്ത് പെട്ടെന്ന് പ്രസാദിനെ എല്ലാവരും അറസ്റ്റ് ചെയ്യണം എന്നുള്ള രീതി വരുമ്പോ കുഞ്ഞമ്മ പറയാണ്, നിനക്ക് എന്തധികാരം, ഇവിടെ ഞങ്ങൾക്ക് അധികാരം ഇല്ല എന്ന് പറഞ്ഞിട്ട്, കാരണം നീ ബാബുമോൻ അല്ല എന്ന് പറഞ്ഞു.
ഞാൻ ബാബുമോൻ തന്നെയാണ് എന്നുള്ള രീതിയിലുള്ള സംഭാഷണങ്ങൾ വരുന്നത്. അങ്ങനെ പ്രേംനസീർ വളരെ ബുദ്ധിപൂർവ്വമായിട്ട് ഒരുപാട് സംഭാഷണങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് മീന നമ്മൾ ഈ ഇന്നത്തെ കാലഘട്ടത്തിൽ കാണുന്ന സിനിമയിൽ വരുന്ന ആ പ്രഷറൈസ് ഇല്ലേ, പ്രഷർ ചെയ്തിട്ട് അങ്ങനെയല്ല എന്ന് പറയുന്ന ആ ഒരു വില്ലനിസം പോലത്തെ ഒരു സംഭവം വരുന്നില്ലേ, ആ ഒരു സംഭവം വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആ പ്രഷർ മീൻ എങ്ങനെ പറയാണ്, നീ അല്ല, കാരണം അങ്ങനെ പറഞ്ഞവനെ ഏറ്റവും അവസാനം പറഞ്ഞു വെക്കുന്നത് ബാബുമോൻ മരണപ്പെട്ടു, പിന്നെ എങ്ങനെ നീ എങ്ങനെയും അല്ല, ഞാൻ തന്നെയാണ് ബാബുമോൻ. അപ്പോഴത്തേക്ക് മീന പറഞ്ഞു, നേരെ താഴത്തേക്ക് ഇരുന്നിട്ട് മീന പറഞ്ഞു, ഇല്ല ബാബുമോൻ മരണപ്പെട്ടു. ആർക്കും ഏതൊരു മനുഷ്യനും ജീവിതത്തില് ഒരു കാര്യം എപ്പോഴും അതീവ രഹസ്യമായിട്ടുണ്ടാവും, അത് എല്ലാ മനുഷ്യനും ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ ഒരു സംഭവം എനിക്ക് ജീവിതത്തിൽ ആദ്യമായിട്ടും അവസാനമായിട്ടും പറ്റി. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ എൻ ഗോവിന്ദൻകുട്ടിയുടെ ക്യാരക്ടർ ഉണ്ടോ, നൃത്താധ്യാപകൻ, പുള്ളിക്കാരനും ഇവളും കൂടിയിട്ട് ഒരുമിച്ച് രമിക്കാൻ കിടക്കുന്നത് പെട്ടെന്ന് ബാബുമോൻ കാണാനിടയുണ്ടായി. അതായത് ഒരു വിദേശയാത്രയ്ക്ക് പോയ ബാബുമോൻ പെട്ടെന്ന് തന്നെ തിരിച്ചു വരുന്നപ്പോ ഇത് കാണാനിടയുണ്ടായി. അപ്പൊ പെട്ടെന്ന് ഈ കുഞ്ഞമ്മയുടെ അടിക്കാൻ പോണ പോലെ എന്തോ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആ സംഭവം എടുത്തിട്ട് ഇവര് ബാബുമോനെ എന്ന് പറഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് സ്റ്റൂൾ എടുത്ത് അടിക്കാൻ വേണ്ടിയിട്ട് ബാബുമോൻ പോണ സമയത്ത് പെട്ടെന്ന് അച്ഛന്റെ ഫോട്ടോ കണ്ടപ്പോൾ അവിടെ വെച്ചിട്ട് തിരിച്ചു പോകുന്നുണ്ട്. ആ പോകുന്ന പോക്കിലാണ് ബാബുമോന് ആക്സിഡന്റ് ആവണത്. അതായത് ബോംബ് പൊട്ടിത്തെറിച്ചിട്ട് ബോംബ് പൊട്ടിത്തെറിക്കുന്നത്. അപ്പൊ അതിനുശേഷം അന്നത്തെ ദിവസം രാത്രി ആയപ്പോഴത്തേക്ക് ബാബുമോൻ ഒരുപാട് മുറിവൊക്കെ പറ്റിയിട്ട് തിരിച്ച് ഇവരുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അതായത് ഈ ഇവിടേക്ക് തന്നെ കുഞ്ഞമ്മയെന്ന് വിളിച്ചിട്ട് ഇവരുടെ കാലിന്റെ അവിടെ വന്ന് നിൽക്കണം, ഇത്തിരി വെള്ളം തരും. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ഈ ഗോവിന്ദൻകുട്ടി എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് നമുക്ക് എന്തായാലും മടിച്ചു നിൽക്കണ്ട, ഇപ്പൊ തന്നെ അവനെ കൊല്ലണം, കാരണം ഇല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതം വഴിയാധാരാവും എന്ന് പറയുന്നത്. പക്ഷെ കൊല്ലാൻ മീനയ്ക്ക്, അതായത് കുഞ്ഞമ്മയ്ക്ക് തീരെ താല്പര്യമില്ലായിരുന്നു. പക്ഷെ എങ്കിലും തന്റെ സാഹചര്യവശാൽ, തന്റെ അപമാനഭാരം അല്ലെങ്കിൽ ഒരു തന്റെ ജീവിതത്തിൽ ബാക്കിയുള്ളവരെ ഇനി അല്ലെങ്കിൽ ഇവൻ ജീവിച്ചിരുന്നു കഴിഞ്ഞാൽ അവനവന്റെ ജീവിതം ഇതൊക്കെ ആലോചിച്ചിട്ട് ബാബുമോനെ ഒരു തുണി കൊണ്ട് കഴുത്തിൽ ചുറ്റിയിട്ട് വലിച്ചു മുറുക്കിയിട്ട് രണ്ടുപേരും കൂടി കൊല്ലുകയാണ്. എന്നിട്ട് ഇവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് അച്ഛന്റെ കുഴിമാടുണ്ട് ആ തുളസി തറയുടെ അടുത്ത് തന്നെ. അപ്പൊ അവിടെ അത് കീറിയിട്ട് ബാബുമോനെ അവിടെ കുഴിച്ചിടും. അപ്പോ ചെയ്യുമ്പോൾ ആർക്കും ഒരു സംശയം അവിടെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ പറഞ്ഞ പ്രേംനസീർ ആരാണെന്നല്ല, ഇദ്ദേഹം ഒരു CID ഓഫീസറാണ്, KK നായർ എന്നാണ് പുള്ളിയുടെ പേര്. അതായത് ഈ പെട്ടെന്നുള്ള ബാബുമോന്റെ തിരോധാനത്തിൽ എന്തൊക്കെയോ അസ്വാഭാവികത ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള പോലീസ് ഏകദേശം KK നായർക്ക് ഇദ്ദേഹത്തിന്റെ അതേ ഒരു മുഖച്ഛായയാണ്. അപ്പൊ അവര് ആൾമാറാട്ടം നടത്തി അവിടെ വന്നതാണ്. അങ്ങനെയാണ് ഈ ഒരു കേസ് അവിടെ തെളിയിക്കുന്നത്. അപ്പൊ ഷീലയോടും മറ്റേ ഷീലയുടെ അമ്മയോടൊക്കെ ക്ഷമിക്കണം, ഞാൻ നിങ്ങളെ വേദനിപ്പിച്ചിട്ടൊക്കെ ഉണ്ട്, എല്ലാം ശരിയാവും. അപ്പോൾ ഷീല പറയുന്ന ഒരു വേർഡുണ്ട്, ഒന്നും എനിക്ക് വേണ്ട, എനിക്ക് ആ അച്ഛൻ്റെ അടുത്തേക്കുന്ന ബാബുമോന്റെ ആ ഒരു ഫോട്ടോ ഇല്ലേ, അത് മാത്രം എനിക്ക് മതി, എനിക്ക് ജീവിതത്തിൽ ഓർമ്മിച്ചിരിക്കാൻ അത് മതി എന്നുള്ള രീതിയിൽ പറയുന്ന ഒരു രംഗമുണ്ട്. അപ്പോ പ്രേംനസീർ പറയുന്നുണ്ട്, നിങ്ങൾ പേടിക്കണ്ട, ഈ കേസും എല്ലാ കാര്യങ്ങളും കഴിയുമ്പോൾ ഈ സ്വത്തുക്കളും എല്ലാം നിങ്ങൾക്ക് തന്നെ കിട്ടും, എന്തായാലും ഈ ഫോട്ടോയും കൂടി അവിടെ ഇരിക്കട്ടെ എന്ന് പറയുന്നു. ആ പടം അവസാനിക്കുന്നു. അതില് ഈ കഴിയാറാകുമ്പോൾ ഒരു ചെറിയൊരു മ്യൂസിക് വരുന്നുണ്ട് കേട്ടോ. ആ മ്യൂസിക് ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് വളരെയധികം ഹിറ്റായിട്ടുള്ള രാക്ഷസൻ എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഒരു ചെറിയൊക്കെ തോന്നിയിട്ടുണ്ട്. നമ്മുടെ രഹസ്യം എന്ന് പറഞ്ഞ സിനിമയുടെ ചെറിയൊരു കഥാസംഗ്രഹം. എല്ലാ കാര്യങ്ങളും വളരെ നല്ലതാണ്, നല്ല രസമാണ്, ഒറ്റ സ്ട്രെച്ചിലിരുന്ന് കാണും എല്ലാവരും. നല്ല ത്രില്ലിംഗ് പടമാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ സിനിമ നിങ്ങൾ കണ്ടു നോക്കുക. കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ സ്ട്രോങ്ലി റെക്കമെൻഡ് ചെയ്യുന്നു, നിങ്ങൾ ഈ സിനിമ കാണുക. കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എൻ്റെ ഈ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ പറ്റുമെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.